ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, 23 വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ ഇന്ത്യൻ സ്ത്രീയെ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു യൂട്യൂബ് ചാനലിന്റെ വീഡിയോയിൽ കണ്ടെത്തിയതാണ് ഇന്നത്തെ ഹൈലൈറ്റ് വാർത്ത. അപ്പൊ പാകിസ്ഥാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനുമായി നല്ല ബന്ധമുള്ള ഇന്ത്യക്കാരുണ്ട് എന്നല്ലേ ഇതിന്റെ അർത്ഥം. നമ്മൾ കണ്ടിട്ടുണ്ട് റിക്രൂട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ഭീകരവാദ കേസുകളിൽ, തീവ്രവാദ കേസുകളിൽ, രാജ്യവിരുദ്ധ കേസുകളിലൊക്കെ പിടിക്കപ്പെട്ട പല ആളുകളും അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും റിക്രൂട്ട് ചെയ്യപ്പെട്ടവരായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഇതിനെ രണ്ടിനെയും തമ്മിൽ അടുപ്പിക്കുന്ന ഒരു കണ്ണിയുണ്ട് എന്ന്. ഇവിടെ നിന്ന് മനുഷ്യന്മാരെ പാകിസ്ഥാനിലേക്ക് കടത്തിവിട്ട് ഒരു പാകിസ്ഥാനിയെ ഏൽപ്പിക്കാൻ ഒരു ഇന്ത്യക്കാരനുണ്ടാകണം. ഇവിടെ നിന്ന് പല ആളുകളെയും വശീകരിച്ച് പിടിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ, ആ വശീകരിച്ച് പിടിച്ചിട്ട് കൃത്യമായ രൂപത്തിലുള്ള ശമ്പളവും പറ്റി ഒരു പാകിസ്ഥാനിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാൾ, ആ ആളെ കുറിച്ച് തന്നെയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 75 വയസ്സുള്ള ഹമീദ ബാനു, അവരുടെ കൊച്ചുമകനാണ് ഇവരെ യൂട്യൂബ് ചാനലിലൂടെ തിരിച്ചറിഞ്ഞത്. ഇതേ തുടർന്ന് ഹമീദ ബാനുവിനെ നാട്ടിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. തിരിച്ചെത്തിയ ഹമീദ ബാനു പാകിസ്ഥാനിലെ തൻ്റെ 22 വർഷത്തെ ജീവിതത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ജീവനുള്ള ശവം എന്നായിരുന്നു. ഐസിസിൽ നിന്നൊരാള് കേരളത്തിൽ നിന്ന് പോയിട്ട് തിരിച്ചെത്തിയാൽ അവർക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക? ദി റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ബഹിഷ്കരിച്ചവരോട് അവർക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക? ഇവിടെ നിന്ന് അവരെ പല രൂപത്തിലും ബ്രെയിൻ വാഷ് ചെയ്ത് ഐസിസ് പോലെയുള്ള തീവ്രവാദ ഭീകര സംഘടനകളിലേക്ക് കൊണ്ട് എത്തിച്ച ഏജന്റുമാർ ഇവരെ വിറ്റ പണവും വാങ്ങി ഇവിടെ കൊഴുത്ത് തടിക്കുന്നുണ്ടെങ്കിൽ അവരോട് എന്തായിരിക്കും അവർ പറയുക? ദുബൈയിലെ വീട്ടുജോലി വാഗ്ദാനം ചെയ്ത മനുഷ്യക്കടത്തുകാർ ഹമീദ ബാനുവിനെ 2002 പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയത്. 22 വർഷത്തോളം ഈ വേർപിരിയൽ താൻ സഹിക്കുകയായിരുന്നു എന്ന് അവർ ഇന്ത്യയിലെത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 4 മക്കളെ വളർത്തുന്നതിനു വേണ്ടി ഏറെ കഷ്ടപ്പെട്ടിരുന്ന വിധവയായ ഹമീദ ബാനുവിനോട് ദുബൈയിൽ പാചകക്കാരിയായി ജോലി വാങ്ങി തരാമെന്നായിരുന്നു ഒരു റിക്രൂട്ട്മെന്റ് ഏജന്റ് പറഞ്ഞത്. ഈ ജോലിക്കായി ഹമീദ ബാനു 22 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തത് 20,000 രൂപ. എന്നാൽ ഏജന്റ് ഹമീദ ബാനുവിനെ പാകിസ്ഥാനിലെ ഹൈദരാബാദിലേക്കായിരുന്നു കൊണ്ടുപോയത്. ആ 20,000 രൂപ വാങ്ങിയത് ആ ഏജന്റ് അവന്റെ കുടുംബത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കുമല്ലോ. ഈ മനുഷ്യ സ്ത്രീയാണ് ഇവരെന്ന് ചിന്തിച്ചു. അവരെ പാകിസ്ഥാനിൽ ചെന്നതിന് ശേഷമുള്ള അവരുടെ ദുരിത ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞു. പിതാവില്ലാതെ മാതാവ് ദുബൈയിൽ വീട്ടുജോലി ചെയ്ത് പൈസ അയക്കുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന 4 മക്കളുടെ ഗതികേടിനെ കുറിച്ച് ചിന്തിച്ചോ? ഇല്ല. 3 മാസത്തോളം അവിടെ ഒരു വീട്ടില് അവരെ പാർപ്പിച്ച ശേഷം ഹമീദയെ നിർബന്ധിപ്പിച്ച് കറാച്ചിയിലുള്ള ഒരു വഴിയോര കച്ചവടക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. എന്നാൽ കൊറോണ വന്ന സമയത്ത് ആ കൊറോണ മൂർച്ഛിച്ച് ആ വ്യക്തി മരിച്ചു. അദ്ദേഹം തന്നെ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് ഹമീദ ബാനു പറയുന്നത്. ഒടുവിൽ 2022 ജൂലൈയിൽ പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് വലിയുള്ള മറൂഫ് തൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഹമീദ ബാനുവിൻ്റെ അഭിമുഖമെടുത്തു. ഇന്ത്യൻ പത്രപ്രവർത്തകനായ ഖൽഫാൻ ഷെയ്ഖ് ഈ വീഡിയോ കാണുകയും അത് തൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവെക്കുകയും ചെയ്തു. 2023 ഈ വീഡിയോ കണ്ടിട്ടാണ് ഹമീദ ബാനുവിനെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത കൊച്ചുമകൻ തിരിച്ചറിയുന്നത്. കൊച്ചുമകൻ തൻ്റെ മുത്തശ്ശിയാണിത് എന്ന് തിരിച്ചറിയുന്നു. തൻ്റെ മുത്തശ്ശി തന്നെയാണ് എന്ന് വീട്ടുകാരും അത് സ്ഥിരീകരിക്കുന്നു. അതിന് പിന്നാലെ കുടുംബം പാകിസ്ഥാനിലെ ഹമീദ ബാനുവിനുമായി ഹമീദ ബാനുവായിട്ട്
ബന്ധപ്പെടാനുള്ള ശ്രമത്തിലായി. അങ്ങനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ, പിന്നീട് യൂട്യൂബർ, ഇവരെല്ലാവരെയും പരസ്പരം കണക്ട് ചെയ്യിച്ചപ്പോൾ ഹമീദ ബാനുവിനെ കോണ്ടാക്ട് ചെയ്യാൻ വീട്ടുകാർക്ക് സാധിക്കുന്നു. ഇതോടെ രണ്ട് രാജ്യത്തെയും സർക്കാർ തലത്തിൽ ഹമീദയുടെ തിരിച്ചുവരവിന് വേണ്ടി വഴിയൊരുങ്ങുന്നുണ്ട് എന്ന് വീട്ടുകാർക്കൊരു റിപ്പോർട്ട് ലഭിക്കുന്നു. 2 വർഷം മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ തനിക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന് കരുതിയിരുന്നില്ല എന്നാണ് ഹമീദ ബാനു പറയുന്നത്. ഒരു ട്രാവൽ ഏജന്റിന്റെ അത്യാഗ്രഹവും അതിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്ന ചതിയുമാണ് ഈ സ്ത്രീ തട്ടിപ്പിനിരയായത്. 22 വർഷമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യായുസിൽ ചെറിയ കാലഘട്ടമല്ല. ഇവരിപ്പോൾ വാഗ അതിർത്തി വഴി ജന്മനാട്ടിലേക്ക് തിരിച്ചു എന്ന് അറിഞ്ഞത്. മുംബൈ സ്വദേശിനിയായ ഹമീദ ബാനു എന്ന 75-കാരിയെയാണ് ഇപ്പോൾ തിരിച്ചയച്ചത് എന്ന് ലാഹോറിലെ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നു. 2022 ഇവർ സിന്ധ് പ്രവിശ്യയിലെ ഹൈദരാബാദ് ജില്ലയിലെത്തുന്നത്. ദുബൈയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ആ ട്രാവൽ ഏജന്റ് ഇവരുടെ കയ്യിൽ നിന്ന് 20,000 രൂപയും പറ്റി രക്ഷപ്പെട്ടു. ഒരിക്കൽ പോലും അയാൾ ചിന്തിച്ചിട്ടില്ല താൻ കൊണ്ടുപോകുന്ന ഈ ഇരയുടെ ഇനിയുള്ള ജീവിതത്തെ സംബന്ധിച്ച്. തിങ്കളാഴ്ച കറാച്ചിയിൽ നിന്ന് വിമാനമാർഗം ലാഹോറിലെത്തിയ ഹമീദ ബാനു പിന്നീട് വാഗ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ അവരെ വിട്ടയച്ചതായി വാർത്താ ഏജൻസിയോട് റിപ്പോർട്ട് ചെയ്തു. കുടുംബവുമായി വീണ്ടും ഒന്നിക്കാൻ കഴിയുന്നതിൽ ബാനു സന്തോഷം പ്രകടിപ്പിച്ചു. ഇന്ത്യയിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നെങ്കിലും അങ്ങനെ ഒരു ദിവസം വന്നത് ഭാഗ്യമാണ് എന്നവർ പറയുന്നു. ദുബൈയിൽ പാചകക്കാരിയായി ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് റിക്രൂട്ട് ഏജന്റ് ഹമീദയെ പാകിസ്ഥാനിലേക്ക് കടത്തുമ്പോൾ ആകെ ലക്ഷ്യം 20,000 രൂപ മാത്രമായിരുന്നു ഏജന്റിന്. 2002 ഇന്ത്യ വിട്ടതിനെ തുടർന്നിട്ടുള്ള ഇവരുടെ ദുരനുഭവങ്ങൾ പ്രാദേശിക യൂട്യൂബറാണ് പുറത്തുവിട്ടത്. ഇന്ത്യയിലെ കുടുംബവുമായി ബന്ധപ്പെടാൻ ഇതവരെ ഏറെ സഹായിച്ചു. മകൾ യാസ്മിൻ അവരോട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യയിലുള്ള 4 കുട്ടികളെ സാമ്പത്തികമായി പിന്തുണച്ചിരുന്നതായി യൂട്യൂബറുമായിട്ടുള്ള സംഭാഷണത്തിൽ ഹമീദ ബാനു വ്യക്തമാക്കിയിരുന്നു. മുമ്പ് ദോഹ, ഖത്തർ, ദുബൈ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ പാചകക്കാരിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ താമസത്തിനിടയിൽ കറാച്ചി സ്വദേശിയെ ഹമീദ ബാനു വിവാഹം കഴിച്ചിരുന്നു. അങ്ങനെ അയാൾ ഒരു രൂപത്തിലും ഇവരെ ഉപദ്രവിക്കാതെ നല്ലതുപോലെ നോക്കി. അയാൾ മരിച്ചതിന് ശേഷം അയാളുടെ മകനോടൊപ്പമാണ് ഇവർ താമസിച്ചത്. ഇങ്ങനെ ഓരോ ട്രാവൽ ഏജന്റുമാരും 100 കണക്കിന് ആളുകളുടെ പച്ചമാംസമാണ് ദിനം പ്രതി തിന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും ഒരു അറുതി ഇനിയും വരില്ലേ എന്ന് ചോദിച്ചു പോകുകയാണ്. നന്ദി.